ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ മുഖാമുഖം കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോകാട്ടോ. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ ക്യാമറയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് അതേമാതിരി കിട്ടും. അതേപോലെ ഈ സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഈ സൈഡിൽ നിന്നും കിട്ടും, ആ സൈഡിൽ നിന്നും കിട്ടും, എല്ലാ സൈഡിൽ നിന്നും ഇതുകൊണ്ട് പരിപാടി നടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ വെച്ച് വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് വ്യൂവും കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് ഇതെന്തുകൊണ്ടും ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ക്യാമറയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ മോഡിഫിക്കേഷൻ. ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ കയറിയപ്പോൾ കുറ്റാറ്റ് പറയല്ല, കഴിഞ്ഞ സർക്കാർ കയറിയ സമയത്ത് നമ്മൾ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈന്, നല്ല കുടുംബം പണയം വെക്കുന്ന രീതിയിലൊക്കെ ഫൈൻ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഫൈൻ കിട്ടിയ ആൾക്കാരൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുമെന്നറിയില്ല. കഴിഞ്ഞ സർക്കാരിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നല്ലതും ഉണ്ടായിട്ടുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു നിയമമാണ് നമ്മുടെ ബസ്സുകൾക്ക് വൈറ്റ് പെയിൻ്റ് അടിക്കുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നു ഈ ഒരു സർക്കാർ കയറിയതിനു ശേഷം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കായാലും അല്ലെങ്കിൽ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കായാലും നല്ല രീതിയിൽ ഫൈൻ ഉണ്ടായിരുന്നു. ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈനായിരുന്നു. 5000, 6000, അനങ്ങിയ 6000, പുകടസ്റ്റിന് 2000 വരെ നമുക്ക് അടക്കേണ്ടി വന്നിട്ടുണ്ട്. പുകടസ്റ്റ് ഇല്ലാഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ മോഡിഫിക്കേഷൻ, ഇപ്പോൾ അലോഡ് ആയിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ്, 18 ഇനം മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ നമുക്ക് 18 ഇനം മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചിട്ട്. അപ്പോൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ഒരു പട്ടിക തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ MVD ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പരിഹാസം ആ ഒരു സംഭവത്തിന് വന്നത്. നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതിലെന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പോൾ കേന്ദ്ര നിയമത്തെ വെല്ലുവിളിച്ചിട്ടൊന്നും കേരള സർക്കാരിന് ഇവിടെ ഒരു നിയമം മാറ്റാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് ഇങ്ങനെ നമ്മളെന്തിനാ വോട്ട് ചെയ്തെന്നുള്ള രീതിയിലൊക്കെ മൈൻഡിൽ വരും. ഇതിനാണോ ഈ 18 സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വോട്ട് ചെയ്തത്? നമ്മളൊക്കെ ഓരോരുത്തരും എനിക്ക് തോന്നുന്ന ഈ പോളിങ്ങിൽ ഈ ഒരു കോൺഗ്രസ് ഭരണത്തിന് കയറിയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു VD സതീശൻ ഗവൺമെൻറ് കയറിയതിനൊരു മുഖ്യ പങ്ക് നമ്മുടെ വണ്ടിപ്രാന്തന്മാർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിലെ, അതായത് ഇടത് പാർട്ടി നോക്കാതെ യുവാക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ലീഗലാക്കി തരാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് മറക്കാതിരുന്ന അടുത്ത പ്രാവശ്യവും അടുത്ത 5 കൊല്ലം കൂടെ നമുക്ക് ഭരിക്കാൻ പറ്റും. ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ആ സംഭവം, നിങ്ങൾ ആ റീല് കണ്ടോ? ആ ഒരൊറ്റ റീല് തന്നെ മില്യൺ കണക്കിന് വ്യൂസ് ആയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അത്രയും വ്യൂസ് ആ ഒരു വീഡിയോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്രേസ് ഉള്ള ആളുകൾ, മോഡിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ നമ്മൾ വണ്ടിയിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളതിനൊക്കെ ഫൈൻ കിട്ടുന്നുണ്ടോ? അത് വേറെ കാര്യം. ഫൈൻ കിട്ടിയാൽ അതടക്കം ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മോഡിഫിക്കേഷനാണ് കഴിഞ്ഞ രീതിയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 18 അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ അത് സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. 18 ഇനം കാര്യങ്ങളാണ് ആ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ഫ്ലോർ മാറ്റാം, ഒന്നാമതാണ് തോന്നുന്നുണ്ട്. വണ്ടിയിൽ ഫ്ലോർ മാറ്റം, അതേപോലെ തന്നെ സീറ്റ് കവർ അടിക്കുക, അതേപോലെ സ്റ്റിയറിങ്ങിന് കവർ അടിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളാണ് ഫുള്ള് വന്നത്. അതായത് വൈപ്പർ ബ്ലേഡ് മാറ്റാം, അങ്ങനത്തെ സംഭവം സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളില്ല. സാധാരണ നമ്മൾ വണ്ടി എടുത്താൽ നമ്മൾ ചെയ്യുന്ന ഉള്ളിലിപ്പോൾ കുറച്ച് അലങ്കോലമായി എടുക്കുകയാണെന്നുണ്ടെങ്കിലും, പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പുതിയ മോഡൽക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ബേസ് മോഡൽ എടുത്തിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കാറിലൊക്കെ. അപ്പോൾ അതേപോലെയൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് MVD എന്തെങ്കിലും നിർദ്ദേശിച്ച്. അതിൽ ഏറ്റവും കോമഡി ആയ സംഭവങ്ങളാണ് ഈ ഫ്ലോർ മാറ്റൽ, അതേപോലെ സീറ്റ് കവർ അടിക്കൽ, അതേപോലെ നമ്മളെ സ്റ്റിയറിങ്ങിന് കവർ അടിക്കൽ, അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ അതാണ് അത്രയും ട്രോള് വന്നു കേട്ടോ.
പിന്നെ അതിലെനിക്ക് രണ്ട് കാര്യങ്ങൾ അല്ല, ഒരു കാര്യമാണ് എനിക്ക് ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്നാണ് ഈ സംഭവത്തിന് പറയുക. മോഡിഫിക്കേഷൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ആ ഒരു 18 MVD നിർദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പട്ടികയിലുള്ള 18 കാര്യങ്ങൾ ഒരിക്കലും മോഡിഫിക്കേഷനുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ബേസ് മോഡൽ ഏതെങ്കിലും വണ്ടി എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ജീപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറുണ്ട്, ആ കാർ നമുക്ക് എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വണ്ടീനെ മാറ്റുന്നതിനെയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ കാറിനൊക്കെ ഒരുപാട് ആളുകൾ നല്ല അലവീലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ ടയർ കാര്യങ്ങളൊക്കെ സൈസ് കൂട്ടി, അതേപോലെ വെള്ളത്തിലൊടക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ക്യാബിൻ്റെ നമ്മുടെ ബോണറ്റിൻ്റെ മുന്നിലേക്ക് എയർ ഫിൽറ്ററും കാര്യങ്ങളുടെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ എല്ലാ ടയർസിലും നമ്മുടെ കയ്യിലുള്ള വാഹനം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഈ MVD നിർദ്ദേശിച്ചിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫിക്കേഷനാണ്. വണ്ടിയുടെ ഒരു ചുറുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും ട്രോളും കാര്യങ്ങളും വന്നതും. പിന്നീട് അതിനെക്കുറിച്ച് സർക്കാർ എന്ത് ചെയ്തു, ഒന്നുകൂടെ പഠിക്കാൻ MVD പ്ലസ് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ കൂടി നിയമിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ 100 ദിന പദ്ധതി, അതിനിപ്പോൾ എന്താ പറയുക, 100 days പ്രൊജക്റ്റ് എന്ന് പറയാം. 100 days പ്രൊജക്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ അടുത്ത മാസം തോന്നുന്നതാണ് വരുന്നത്. അപ്പോൾ അതിലൊരു സംഭവം മെയിൻ ഘടകം ഈ ഒരു മോഡിഫിക്കേഷനിൽ ചെയ്യുന്ന 24 കാര്യങ്ങൾ. അത് വന്നു കഴിഞ്ഞാൽ അറിയട്ടോ ഞാൻ അതിലെന്തെങ്കിലും കോമഡി ഐറ്റങ്ങളാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. വലിയ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡിഫിക്കേഷൻ എന്താ, സൈലൻസർ ഓപ്പൺ ആക്കുക, സൈലൻസർ പൊട്ടിക്കുക, തീ തുപ്പുക, അലവിൽ പുറത്തേക്ക് ടയർ തള്ളില്ല. അപ്പോൾ താറാണെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊക്കെയാണെങ്കിൽ അലവിൽ ഇട്ടിട്ട് പുറത്തേക്ക് തള്ളിക്കുക, വലിയ ടയർ, വലിയ സൈസ് ടയർ ഇടുക, ഹൈറ്റ് കൂട്ടുക വണ്ടീൻ്റെ. ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ എന്ത് മോഡിഫിക്കേഷൻ, മനസ്സിലായോ? അതേപോലെ സ്കേറ്റിങ്, ബമ്പർ ലിപ്പ്, ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ രീതിയിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന മോഡിഫിക്കേഷനും ഡിപ്രാന്തുള്ള ആളുകൾ കാണുന്ന മോഡിഫിക്കേഷനൊക്കെ അതാണ് സംഭവം. അപ്പോൾ അത് ഇവർക്ക് കത്തിയിട്ടുണ്ട്. പക്ഷേ അത് നിയമത്തിൻ്റെ വഴിക്കാണല്ലോ നടക്കുക. നിയമത്തിൻ്റെ ഒരു ഇതിൽ ചട്ടക്കൂടിൽ നിന്നിട്ട് തന്നെ ആയിരിക്കും അനുവദിക്കുക. കഴിഞ്ഞതിൽ 18 എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്ലസ് പോയിൻ്റായി തോന്നിയ കാര്യം ഒരു സ്റ്റിക്കറിൻ്റെ കാര്യമാണ്. ഒരുപാട് ആളുകൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പറിച്ച് കളഞ്ഞിട്ട് 5000 രൂപ 10000 രൂപയൊക്കെ ഫൈൻ അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വ്ളോഗേഴ്സ് തന്നെ യൂട്യൂബേഴ്സ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഫൈൻ കിട്ടിയ ആൾക്കാരൊക്കെ കേട്ടോ. അവർക്കൊക്കെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്, അതേപോലെ നമ്മുടെ ബസ്സുകളൊക്കെ കളർ കോഡ് വന്നത് ഈ ഒരു സർക്കാരിൻ്റെ കാലത്താണ്. അതിന് മുന്നൊക്കെ ബസ്സുകൾ നിങ്ങൾ സ്റ്റാൻഡിൽ പോയ പല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കണം അതിൻ്റെ മുന്നുള്ള കാലഘട്ടത്തിൽ ഇവർ വന്നതിൻ്റെ ശേഷമാണ് അർജൻറ്റീൻ്റെ ടൈപ്പിൽ ഇപ്പോൾ ബസ്സുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവർ വന്നതിന് ശേഷമാണ് ഈ ഒരു സർക്കാർ, കഴിഞ്ഞ സർക്കാർ വന്നതിന് ശേഷമാണ് ആ ഒരു മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒക്കെ എന്താ പറയുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ബസ്സുകൾക്ക് കളർ കോഡ് അടിച്ചിട്ടൊന്നും അപകടങ്ങൾ കുറയില്ല. അപകടങ്ങൾ കുറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ വരുന്ന എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, 1ാം ക്ലാസ് മുതൽ നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ പാഠപുസ്തകമായിട്ട് എന്താണ് പാഠപുസ്തകമായിട്ട് ഒരു പാഠപുസ്തകം തന്നെ 1ാം ക്ലാസ് മുതൽ, പ്രൈമറി ആണെങ്കിൽ പ്രൈമറി മുതൽ, സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി മുതൽ, അതിൽ ഒരു ബുദ്ധി ഉറക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം മുതൽ തന്നെ ഈ കാര്യങ്ങൾ പഠിക്കണം. റോട്ടിൽ കാണിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, നമ്മൾ റോട്ടിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, സീബ്ര ലൈൻ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്, ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വണ്ടീനെ കുറിച്ചുള്ള പാർട്സുകളെ കുറിച്ച് പഠിപ്പിക്കുക. അതേപോലെ തന്നെ റോട്ടിൽ എങ്ങനെയാണ് ഓടിക്കേണ്ടത്, ഫുട്പാത്തിലൂടെ എങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഇത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇനി വരുന്ന ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റും, 1ാം ക്ലാസ് മുതൽ ഇത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഫോളോ അപ്പ് ആവും. ഈ ഒരു സംഭവങ്ങളൊക്കെ ഫോളോ അപ്പ് ആയിട്ട് ആ നിയമം അതുപോലെ തന്നെ പഠിക്കാൻ തയ്യാറാവും. നമ്മുടെ റോട്ടിൽ വണ്ടി ഇറങ്ങിയ എന്താ അവസ്ഥ, തോന്നുന്ന മാതിരിയാണ് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും തട്ടിമുട്ടി ആക്സിഡൻറ്റുകളൊന്നും ആവാത്തത് എന്തോ ദൈവത്തിൻ്റെ കുരുത്തം കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നതും. അതേപോലെ തന്നെ വേൾഡിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റുള്ള രാജ്യക്കാരനെ പറയും ഇന്ത്യയിൽ വണ്ടി ഓടിച്ചവന് ലോകത്ത് എവിടെയും വണ്ടി ഓടിക്കണം. കാരണം എവിടെ ബ്രേക്ക് പിടിക്കാന്ന് അറിയില്ല, എവിടെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയില്ല, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് കിട്ടുന്ന തിരിയുന്ന ആൾക്കാരുണ്ടാവും. നായ്ക്കൾ വട്ടം ചാടും. അതേപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, പിന്നെ ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്ന ആൾക്കാർ, അങ്ങനെ ബാക്കിൽ വന്ന് ഓൺ അടിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഇനിയുള്ള തലമുറ വളരുന്നുണ്ടെങ്കിൽ ഇതേ സംഭവം അങ്ങനെ ആയിരിക്കും അവരും ഫോളോ ചെയ്യുക. നമ്മുടെ കാരണവന്മാരെന്താണ്, നമ്മൾ റോട്ടിൽ എന്താ കാണുന്നത് അത് തന്നെ ആയിരിക്കും നമ്മളും ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളൊക്കെ റൂൾസ് എല്ലാതും ഇപ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ എല്ലാതും ബ്രേക്ക് ചവിട്ടി എല്ലാതും റെഡി ആയി പോയാൽ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വേറെ ഒരുത്തം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി നമുക്ക് തന്നെ ഇടങ്ങേറാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളും പിന്നെ ആ മൈൻഡിൽ അങ്ങനെ ഓടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു സംഭവം.
അപ്പോൾ ഈ മോഡിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തതിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒന്നെങ്കിൽ ഇപ്പോൾ 24 എന്ന് പറയുമ്പോൾ 18 6 കൂടുതലോ 6 സംഭവങ്ങൾ കൂടുതലോ 24 അനുവദിക്കാമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തത് അലൈവിലായിരിക്കും. അലൈവിൽ എനിക്ക് തോന്നുന്നില്ല വണ്ടി അതുകൊണ്ട് വണ്ടിക്ക് പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. അലൈവിൽ കുറച്ചും കൂടെ കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അലൈവിൽ ഏറ്റുന്നതും അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അലൈവിൽ. അപ്പോൾ ഇത്ര സൈസിൽ അലൈവിൽ ചെയ്യുക എന്നുള്ളത് അതൊരു വരും. ആ ഒരു സംഭവം വരും. ഇത്ര തന്നെ വണ്ടിക്ക് ഇന്ന സൈസ് വരെ ഉള്ളത് ചെയ്യാമെന്ന് പറയും. വേറൊരു കാര്യം കേട്ടോ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അത് അറിഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അത് നല്ല കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്നൊരു സംഭവമാണ്. അത് ഗവൺമെൻറ് അങ്ങനെ തന്നെ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഗവൺമെൻറ്റിന് എന്തെങ്കിലും വരുമാനം കിട്ടുള്ളൂ. കാരണം ചെറിയ എമൗണ്ടാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അതിനൊന്നും നമ്മൾ വാശി പിടിച്ചിട്ട് അല്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഗവൺമെൻറ് എമൗണ്ട് കിട്ടാൻ പറഞ്ഞാൽ നമ്മളത് കിട്ടുക, നമ്മൾ ആഗ്രഹം നമ്മൾ നിറവേറ്റുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസമാണ്. നമ്മൾ ആ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടാണ്, ടാക്സ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം ചെയ്യാനുള്ള ഫ്യൂസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കയ്യിൽ രേഖ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അത് കാണിച്ചു കൊടുത്താൽ മതി, ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിഷയമാവും. പൈസ കൂടുതലാവുമ്പോൾ ചെറിയ വണ്ടികൾ എടുത്തിട്ട് ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഈ വണ്ടികൾ ഇങ്ങനെ ഒരുക്കൂട്ടി പൈസ ഒരുക്കൂട്ടി നല്ലോണം പൈസ ഒരുക്കൂട്ടി എല്ലാവരും ഇപ്പോൾ മോഡിഫിക്കേഷൻ, ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളവൻ ചെയ്യും. പക്ഷേ പൈസ ഇല്ലാത്തവൻ ഇതൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന സമയത്ത് ഡെയിലി കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ച് അങ്ങനെ ഒരുക്കൂട്ടി ഓരോന്ന് ചിലപ്പോൾ ബമ്പർ ലിപ്പ് ഏറ്റി കുറച്ച് കാലം കഴിഞ്ഞ് അലവിൽ തന്നെ ഒരു സംഖ്യയാണ്. അപ്പോൾ അത് ചിലപ്പോൾ EMI ബജാജിൻ്റെ EMI കിട്ടുകാണ്ട് കാരണം അലവിൽ കയറ്റാം. അപ്പോൾ അതൊക്കെ കയറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് പിന്നെ എക്സ്ട്രാ വലിയൊരു ഫീസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അലവിൽ കയറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഫീസ് കെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പോസിബിൾ ആവില്ല. അതിനെക്കാട്ടിൽ അലവില്ലാതെ ഉപയോഗിക്കുന്നതാണ്. ഈ 10,000 പിടിച്ചിട്ട് ചിലപ്പോൾ ഏതെങ്കിലും MVD എന്ത് ചെയ്യും, ഇതൊന്നും നടക്കില്ല പറഞ്ഞാണ്ട് പിന്നെയും ഫൈൻ ഇടും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഒരു 500, 1000 മാക്സിമം 1000 ആ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിപ്രാന്തന്മാർ ഹാപ്പിയാണ്. ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 500 ആണെങ്കിൽ 500 മതി. ഒരാൾ 500 കൊടുത്താൽ എത്ര ആവും? ഒരാളുടെ നിന്ന് 500 കിട്ടിയാൽ ഈ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരനെ ഉണ്ടാവും ഇഷ്ടം പോലെ. 500 മേടിച്ചാൽ തന്നെ കോടിക്കണക്കിന് ഉറപ്പ് കിട്ടും. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ വരുമാനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിൽ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പോക്കറ്റ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമാനം എന്നുള്ള ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഓക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം ഒരു അലൈവിൽ എന്തായാലും അക്സെപ്റ്റബിൾ ആവും. പിന്നെ സ്റ്റിക്കർ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ കൂളിംഗ് ഒട്ടിക്കുന്നത് 50%, അതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ 50% അനുവദിച്ചാണ്. അതൊന്നും ഇതിൽ കൂട്ടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേറ്റിങ് അങ്ങനത്തെ സംഭവങ്ങൾ ചിലപ്പോൾ അനുവദിക്കാൻ ചാൻസ് ഉണ്ട്. ബമ്പർ ലിപ്പ്, സ്കേറ്റിങ്, അതേപോലെ തന്നെ ഫേസ് ലിഫ്റ്റ്. അതായത് ഒരു വണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ടൈറ്റൻ്റെ വണ്ടികളൊക്കെ, ഫോർച്യൂണർ പോലുള്ള വണ്ടികൾ, ഇന്നോവ പോലുള്ള വണ്ടികളൊക്കെ, അതേപോലെ തന്നെ ലാൻഡ് ക്രൂയിസർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യും. ഫേസ് ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡാക്കണ്ട. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഫോർച്യൂണർ പഴയ മോഡൽ വണ്ടിയുണ്ട്. ഇപ്പോൾ 2009, 2008 മോഡൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ 2011, 12 വണ്ടിയിലേക്ക് ടൈപ്പ് 2 വണ്ടിയിലേക്ക് ടൈപ്പ് 1 വണ്ടി ആക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സാധനങ്ങൾ മാറ്റണം. അതായത് ഫ്രണ്ടിൻ്റെ ബമ്പർ, അതിലെ ലൈറ്റ് കാര്യങ്ങൾ, ഹെഡ് ലാമ്പ് കാര്യങ്ങൾ, ഇതെല്ലാം മാറ്റിയാലേ ടൈപ്പ് 2ലേക്ക് ഇത് മാറുള്ളൂ. അപ്പോൾ ആ ഒരു മാറ്റുന്ന പ്രോസസ്സിനെയാണ് ഈ ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ടൈപ്പ് 2ലേക്കോ 3ലേക്കോ മാറ്റുന്നതിനെയാണ് ഫേസ് ലിഫ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു സംഭവം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യമായിട്ട് ഫേസ് ലിഫ്റ്റിംഗ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊന്നും വണ്ടി ആക്സിഡൻ്റ് ആവണോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഫേസ് ലിഫ്റ്റിംഗ് തോന്നുന്നു ഇപ്പോൾ ആളുകൾ ചെയ്യുന്നുണ്ട്, അനുവദനീയമാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൽ അത് അനുവദനീയമല്ല എന്നാണ്. ഇപ്പോൾ അഥവാ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫേസ് ലിഫ്റ്റിംഗ് ചിലപ്പോൾ അനുവദിച്ചേക്കാം. ആദ്യം നിങ്ങൾ ഈ റോഡിൽ കുണ്ടും കുഴിയൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് മര്യാദക്ക് പോയത്, അത് പോട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് ലിഫ്റ്റിംഗ് ചിലപ്പോൾ ഇവർ അനുവദിക്കും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് സംഭവങ്ങളൊന്നും ഒരിക്കലും അനുവദിക്കില്ല കേട്ടോ. അതൊന്നും പൂതി വെച്ചിട്ട് ആരും നിൽക്കണ്ട. എക്സോസ്റ്റ് തീ തുപ്പണ പരിപാടി ഇതൊന്നും അനുവദിക്കാൻ പോകില്ല. നല്ല ഫൈനേക്കാരം. ഇത് മറ്റേതൊക്കെ അനുവദിച്ചതിൻ്റെ പകരമായിട്ട് ഇതിന് നല്ല കെട്ടിമറിഞ്ഞ് ഫൈൻ ഇടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അനുവദിക്കും എന്ന് പറഞ്ഞുകൊണ്ട്
മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അതിന് നിൽക്കണ്ട. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഞാൻ സൈലൻസർ മോഡിഫിക്കേഷന് തീ തുപ്പൽ പരിപാടികൾ, സൈലൻസർ മാറ്റൽ, അങ്ങനത്തെ പരിപാടിയൊന്നും അനുവദിക്കുന്ന നിങ്ങൾ സ്വപ്നത്തിലും കൂടി കാണണ്ട. അങ്ങനത്തൊന്നും ഒരിക്കലും അനുവദിക്കില്ല. കാരണം അതൊക്കെ നിയമവിരുദ്ധമാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട്. കേന്ദ്ര നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ. മറ്റുള്ള സംസ്ഥാനം ഇപ്പോൾ ഞാൻ തമിഴ്നാട്, ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് ഹെൽമെറ്റ് ഇല്ലാതെ കുറേ ആൾക്കാർ നടക്കും. അതേപോലെ പലതും അങ്ങോട്ട് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തോന്നിയ പോലെ ഓവർടേക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വൺ സൈഡിലോട്ട് രണ്ട് സൈഡും കൂടെ വരും. അതേപോലെ തന്നെ റോങ് സൈഡ് വരും. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ഈ സീബ്ര ലൈന് കാണാതെ അല്ലെങ്കിൽ സീബ്ര ലൈന് അല്ലാത്ത സ്ഥലത്ത് അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ തമിഴ്നാട് പോയാൽ തന്നെ സീബ്രാന് ഉള്ള സ്ഥലത്ത് തന്നെ നിർത്തി തരില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ആള് റോട്ടിലേക്ക് ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചവിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ഒരു നിയമം കൊണ്ടുവരുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഇവിടെ ഒന്നും ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആരും ഇത് അനുസരിക്കില്ല. എല്ലാവരും നമ്മൾ കേന്ദ്ര നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം ഈ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടുങ്ങുക. അതായത് സൗത്ത് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ആ ഒരു നിയമം വരുന്ന സമയത്ത് കറക്റ്റ് പാലിക്കാനായിട്ട് നോക്കും. മറ്റുള്ളിടത്തും അത് പാലിക്കാൻ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ഫൈന് കാര്യങ്ങളൊന്നുമില്ല. തോന്നിയ പോലെ ജനങ്ങളെ തോന്നിയ പോലെ കാരണം അവിടെയുള്ള ആളുകൾ അതിന് മൈൻഡ് ആക്കില്ല. അതാണ് വിഷയം. നമ്മുടെ നാട്ടിൽ എന്തായാലും നല്ല ഫൈൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ആക്കും മാത്രമല്ല നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. നിയമം പാലിക്കരുതെന്നല്ല, നിയമം പാലിക്കണം. അപ്പോൾ കേന്ദ്ര നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കൽ എന്താണ്, എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള ആളുകൾ കാരണമാണ്, ഇവന്മാർ കാരണമാണ് ഓരോ നിയമം കേന്ദ്രം കൊണ്ടുവരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് അലമ്പാക്കിയിട്ടാണ്, റോട്ടിൽ അമ്മാരി പരിപാടി കാണിച്ചിട്ടാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, അഫക്റ്റ് ചെയ്യുക. നിയമമൊക്കെ ഇവിടെ കയറി അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അഞ്ചാമതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കേരവാനം കെട്ടുണ്ടല്ലോ. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒക്കെ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കേരവാൻ കെട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. നിയമങ്ങൾ അവർക്ക് ചെയ്യാൻ അനുമതി കൊടുക്കും. അപ്പോൾ അതേപോലെ നമ്മുടെ നാട്ടിലും ഇമ്മാരി വണ്ടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കേരവാൻ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ നിയമം വന്നുകൂടായില്ല. അതൊക്കെ നല്ല കാര്യം കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ വാൻ ലൈഫ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം വരാത്തതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അതിനൊന്നും ആ പണിക്കൊന്നും നിൽക്കാതെ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരിപാടികൾ നോക്കാനുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും സിസ്റ്റം റെഡി അല്ലാത്തതുകൊണ്ടും ഇവരിതൊന്നും അയക്കൂല എന്നുള്ളതും ഇവിടെ നിന്നും അനുവദിക്കൂല എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, വേണ്ട പണിയാവും, വെറുതെ ഫൈനാവും, പിന്നെ ചൊറയാവും, ഫൈന് കെട്ടാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ, MBD വണ്ടി ഉണ്ടാവും. അതൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ മോഡിഫിക്കാൻ. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നോ എൻ്റെ വണ്ടിക്ക് എക്സോസ്റ്റ് അയച്ച് ചോട്ടട്ടട്ടട്ടയച്ചിട്ട് പൊട്ടിച്ച് പോയിട്ടുണ്ടാവില്ല. അതൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും അനുവദിക്കാതെ തന്നെയാണ് നമ്മളൊന്നും ചെയ്യാത്തത്. നമ്മളിപ്പോൾ ഉള്ള വണ്ടി സിസ്റ്റമിൽ തന്നെ ഉള്ളത് കണ്ടാൽ പൊക്കും. പിന്നെ അഞ്ഞ് പൈമ വേറെ ഒന്നും കൂടി കയറ്റിക്കാണ്ട് വെറുതെ എന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്നത്? പൈസ പോകാൻ നല്ല സുഖമാണ്, പൈസ കിട്ടാനാണ് പണി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് വരിക. പിന്നുള്ളത് അവിടെ ഒരു ആർമി ട്രക്ക് കിട്ടും, കാണിച്ചു തരാൻ പറ്റില്ല, ക്യാമറ തിരിക്കാൻ പറ്റില്ല, തിരിക്കാം പക്ഷേ മര്യാദക്ക് കാണില്ല. അപ്പോൾ അതായിരിക്കും. പിന്നെ ലാസ്റ്റിങ് ഇതിലല്ലാത്ത സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിലല്ലാത്ത സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആയിരിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇതൊക്കെ ആയിരിക്കും വരിക. അതേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സംഭവങ്ങൾ മാത്രമേ വരുള്ളൂ. പിന്നെ ബാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും ഫൈൻ കൊടുക്കുക. അതേപോലെ കാൽനട യാത്രക്കാർ ഫുട്പാത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ റോഡ് സൈഡിൽ കൂടെ നടക്കാം. ഫുട്പാത്തുള്ള സ്ഥലം കൂടെ കാൽനട യാത്രക്കൂടെ ഫുട്പാത്തിലെല്ലാത്തൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 200 രൂപ 300 രൂപ ഫൈൻ കൊടുക്കുക. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, വണ്ടി ഓടിക്കുക. ഇപ്പോൾ ഫുട്പാത്തിലുള്ള നടക്കുന്ന ആൾക്കാരും വണ്ടി ഓടിക്കുന്ന ഓർക്കും ഇത് സംഭവം അറിയാം, ഫുട്പാത്ത് ഉണ്ടാക്കിയത് ഇതിനാണെന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ തോന്നിയ പോലെയാണ് നിയമങ്ങൾ, തോന്നിയ പോലെയാണ് ആൾക്കാരുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അതേപോലെ ഈ LED, അതേപോലെ പ്രത്യേകം പറയേണ്ട കാര്യം LED രാത്രിയൊക്കെ എൻ്റെ പൊന്നോ, ഞാൻ ഈ പമ്പി കൊണ്ട് വണ്ടി എടുത്തോണ്ടാൻ പോണേന് ഞാൻ എക്സ്ട്രാ ലൈറ്റ് കയറ്റിയെന്ന് എനിക്ക് കാണിച്ചാൽ ഇതുണ്ട, വൈറ്റ് ലൈറ്റ് ഞാൻ കയറ്റിക്കാണ്. ഇത് ഞാൻ എപ്പോഴും എടുക്കലില്ല, അത് 2 കണ്ണ് കടിക്കണതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ലോറിക്കാരെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ലോറിക്കാർക്ക് ഈ ഡിമ്മ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ഫ്രണ്ടിൽ വണ്ടി കഴിഞ്ഞ് കാണില്ല. അത് ഞാൻ ഒരു ലോറി കയറിയപ്പോഴേ മനസ്സിലായത് ഇവരെന്തിനാണ് ഈ
വലിയ ലൈറ്റ് ഇട്ടിട്ട് ബ്രൈറ്റ് അടിച്ച് പോകുന്നുള്ളത് അവർക്ക് കാണാത്തതുകൊണ്ട് തന്നെയാണ് ഓല ഇടുന്നത്. വലിയ വണ്ടി ഓക്കെയാണ്. പക്ഷെ ഈ ചെറു വണ്ടിക്കാരുണ്ട്, കണ്ണ് കാണാത്ത ആൾക്കാർ, കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കാർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബ്രൈറ്റ് ഇട്ട് ഓടിക്കരുത്. ഡിമ്മ് പറഞ്ഞ സാധനം ഇട്ട് ഓടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കണ്ണ് കാണും. ഇനി അഥവാ അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രൈറ്റ് ഇടുക, അപ്പോൾ തന്നെ നിങ്ങളെ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫാക്കുക. ഇതിങ്ങനെ ബ്രൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പോകും. കണ്ണ് കാണാത്ത ആൾക്കാരെ പോലെ. ബ്രൈറ്റ് ഇട്ടാലേ എനിക്ക് കണ്ണ് കാണുമെന്നുള്ള ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ബ്രൈറ്റ് ഓഫാക്കാത്ത ആൾക്കാരുണ്ട്. ആരും നിങ്ങൾക്ക് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, എനിക്ക് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് കണ്ണ് കാണുള്ളൂ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രം ഇതാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇതൊക്കെ മാറ്റി പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വണ്ടി ഓടിക്കാതിരിക്കുക. ഇതൊക്കെ ആയിരിക്കും ഈ ഒരു ഇതിൽ വരിക. ഇരുട്ടായിട്ടോ. ഈ ക്യാമറയുടെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം, ഒരു പ്രശ്നമില്ല, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പുറത്തെ വീഡിയോ കാണാം. ബൈ ബൈ.